എന്താണ് ഈ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്? എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും അയ്യോ എനിക്കറിയില്ല എന്ന് ഞാൻ പറയാറുണ്ട്. വ്യക്തമായി മറുപടികൾ പ്രതീക്ഷിക്കുക. ഒരു ഒന്നൊന്നര ചോദ്യം ഉണ്ടെന്ന് പറയാം. മുഖത്തോക്കി സംസാരിക്കും. അഹങ്കാരിയാണ്. ഇവനാണ് ഞങ്ങ പറഞ്ഞ നടൻ. ഇവനാണ് നടൻ. ഒരു നല്ല ജേർണലിസ്റ്റ് ഒരു പബ്ലിക് ഫിഗറിനെ ഇന്റർവ്യൂ ചെയ്യാൻ വരുമ്പോൾ അദ്ദേഹത്തിന്റെ മുൻകാല ഇന്റർവ്യൂസ്, അദ്ദേഹം മുൻകാലം പ്രസ്താവനകൾ, മുന്നിൽ അദ്ദേഹം പത്രങ്ങളിലും ചാനലുകളിലും സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഒരു കൺസൈസ് ആയിട്ടെങ്കിലും ഒന്ന് നോക്കിയിട്ട് വേണമല്ലോ ഇന്റർവ്യൂ ചെയ്യാൻ വരാം. IAS പരീക്ഷയുടെ തലേന്നാണ് എനിക്ക് ഫ്ലൂ പിടിപെട്ടത്. എന്റെ മോന്റെ IAS പോയെന്നും പറഞ്ഞ് എന്റെ പപ്പ പൊട്ടിക്കരഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഇവനാണ് ഞങ്ങ പറഞ്ഞ നടൻ. ഇവനാണ് നടൻ. ഇംഗ്ലീഷ് സംസാരിക്കാനായ സൗത്ത് ഇന്ത്യൻ ഹീറോസിൽ ആരാളുള്ളത്? ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു ഹീറോയെ ആയിരുന്നു. അപ്പം പൃഥ്വിരാജിന്റെ പേര് വന്നിരുന്നു. ആൻഡ് വി ഗോട്ട് ടോക്കിംഗ്. They asked me to be the brand ambassador for Tetra. It itself is a great honor. Surely his relationship with the three women are depicted in the film in three different ways. To be frank with you, in the cinema world, Rajinikanth is only a king, probably a king. But Amitabh Bachchan is an emperor. You're being very modest. No, it's a fact. I don't think you need to be tense, but you can be anxious, but not. I'm going to carry back this memory. I'm going to keep this very safely here in my heart for a long time. Again in 2004 when I was participating in the British Formula 3 Championship. Entertainer. It's a commercial entertainer. Every commercial entertainer will have this hero-villain chase, clash. ഇത് ഞാൻ ചെയ്യുമ്പോൾ മാത്രം എങ്ങനെയാണ് ഒരു കുറ്റമാകുന്നത്? മഹേന്ദ്ര സിംഗ് ധോണി എന്നത് ചെയ്യുമ്പോൾ ഒരു കുറ്റമല്ലേ? അഭിഷേക് ബച്ചൻ അതെ, അത് ഞാൻ ചെയ്യുമ്പോൾ മാത്രമാണോ ഇതൊരു കുറ്റമാകുന്നത്? മലയാളത്തിലെ ഒരു നടനും എന്നെ തല്ലണ്ട. ഹിന്ദിയിൽ നിന്ന് അമരീഷ് പുരിയെ വിളിക്കാൻ. അവന്റെ വല്യപ്പനെ എന്തിനാ അമരീഷ് പുരിയാക്കുന്നത്? അമിതാഭ് ബച്ചനെ വിളിക്കാം. ഇയാൾ ഇത്രയും വലിയ പുലിവാലായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. അമരീഷ് പുരി അറിഞ്ഞ ബോംബെ നാളെ വിട്ട് ഇവനെ തല്ലിക്കും. ഇവനാണ് ഞങ്ങ പറഞ്ഞ നടൻ. ഇവനാണ് നടൻ. ഈ കല്യാണം കഴിച്ചതുകൊണ്ട് ഇനിയിപ്പോ പൃഥ്വിരാജിന്റെ മാർക്കറ്റ് കുറയാൻ അങ്ങനെ സാധ്യതയുണ്ടോ? എന്നെ കുറിച്ച് എന്ത് കുറ്റങ്ങൾ വേണമെങ്കിലും പറഞ്ഞോളൂ. ഞാൻ അഹങ്കാരിയാണ്, അധിക പ്രസംഗിയാണ്. പക്ഷെ കല്യാണം കഴിക്കാത്തത് കൊണ്ട് മാത്രം നിലനിന്നൊരു നടനാണ് ഞാൻ എന്ന് പറയരുത്. അതിനേക്കാളൊക്കെ കഴിവെനിക്കുണ്ട്. ഒന്നുമില്ലെങ്കിലും സംസ്ഥാന സർക്കാരിനെ ഒരു വർഷം അംഗീകരിച്ചല്ലേ ഏറ്റവും നല്ല നടനെന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡിന് വേണ്ടി 10-25 ലക്ഷം കളഞ്ഞതാ. സരോജ് സാർ ഡേറ്റ് കൊടുക്കാത്ത ഒരു പ്രൊഡ്യൂസർ ആയിരുന്നല്ലോ ജൂറി ചെയർമാൻ. അയാളെ ജൂറി ചെയർമാൻ എന്നല്ല വിളിക്കേണ്ടത്, പച്ചാളം. എനിക്ക് ഒറ്റയ്ക്കൊന്നും മലയാള സിനിമയെ പരിപോഷിപ്പിക്കാനൊന്നും കഴിയില്ല. പക്ഷേ ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ഐ എം പാർട്ട് ഓഫ് എ മൂവ്മെന്റ്. എന്റെ എസ്തെറ്റിക്സ് ഷെയർ ചെയ്യുന്ന കുറെ പുതിയ ഫിലിം മേക്കേഴ്സും കുറെ പുതിയ റൈറ്റേഴ്സും കുറെ പുതിയ ആക്ടേഴ്സും ഒക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെ നശിക്കട്ടെ, ഇവൻ ഇനി ഒരിക്കലും നന്നാവരുത്. കാരണം ഇങ്ങനെയൊക്കെയുള്ള പ്രതിഭയുള്ളവർ വന്നു കഴിഞ്ഞാൽ കഷ്ടപ്പെട്ടുള്ള രീതി വരാം. ഉറുമി പോലൊരു സിനിമ ഞാൻ കാരണം ഇവിടെ സംഭവിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. വി ഹാഡ് ദി ഓപ്ഷൻ ഓഫ് ഡൂയിങ് ദാറ്റ് ഫിലിം ഇൻ എനി ലാംഗ്വേജ്. നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ അത് തമിഴിലോ തെലുങ്കിലോ ഹിന്ദിയിലോ ചെയ്യാമായിരുന്നു. എന്റെ വാശി, എന്റെയും സന്തോഷവിന്റെയും വാശിയായിരുന്നു മലയാളത്തിൽ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാകണം. എന്റെ അച്ഛൻ ബോംബെയിൽ എയർ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന കാലത്ത് ഒരു ബെഞ്ചിൽ നിന്ന് പഠിച്ച ഞാനും അമീർ ഖാനും. അവൻ വലിയ സ്റ്റാറായി. എടാ ബേബി, നീ എന്നെ വെച്ചൊരു ഹിന്ദി പടം എടുക്കടാന്ന് പലതവണ എന്നോട് അവൻ പറഞ്ഞിട്ടുള്ളതോ. എന്നിട്ടും ഞാൻ അമീറിന്റെ ആരാധകനല്ല. കാരണം ഞാൻ സ്നേഹിക്കുന്നത് കലയെ. ഏത് കലയെ? ആ കല ഞാൻ സരോജിൽ കാണുന്നു. ഓ, ആ കല. ഇവനാണ് ഞങ്ങ പറഞ്ഞ നടൻ. ഇവനാണ് നടൻ. മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ ഇവർ രണ്ടുപേരും എന്നെ ഒരു സിനിമ കണ്ടിട്ട് വിളിച്ച് ആലുവ ഞാൻ കണ്ടു, നന്നായിട്ടുണ്ട് എന്ന് ഇതുവരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. Marlon Brando, Al Pacino, Robert De Niro, Denzel Washington, Lawrence Oliver, Paul Mooney, Jack Nicholson, Anthony Hopkins, Sanjeev Kumar, Ashok Kumar, Naseeruddin Shah, Harish Rawal തുടങ്ങിയവർ അഭിനയിച്ച പടങ്ങൾ പോയി കാണാൻ. എന്നിട്ട് അഭിനയം എന്തെന്ന് പഠിക്കുക. ഇനിയും പൃഥ്വിരാജിന് ഒരുപാട് ദൂരം ആണ്. മൈൻഡ്സ് ടു അതായത് പ്രൊഡ്യൂസറായി നാളെ എനിക്കൊരു സംവിധാനം കൂടി ചെയ്തു. തീർച്ചയായിട്ടും അങ്ങനെ തോറ്റു കൊടുക്കുന്നവനല്ല രാജപ്പൻ. ഞാൻ പണം മുടക്കി, ഞാൻ സംവിധാനം ചെയ്ത്, ഞാൻ അഭിനയിച്ച പടം ഇറക്കാനും എനിക്കറിയാം. ഈ പറഞ്ഞതിൽ ഒന്ന് മാത്രം അങ്ങ് വിട്ടേക്ക്, സംവിധാനം. അത് വിവരമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പണിയാണ്. ശമ്പളം കൂട്ടിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അതുപോലെ തന്നെ ഞാൻ സിനിമയിൽ
നിന്ന് പൈസ ഉണ്ടാക്കി ഞാൻ അവിടെ തോട്ടം വാങ്ങിക്കുകയോ അവിടെ ഇത് വാങ്ങിക്കുകയോ എനിക്ക് എന്റേതായ ഇഷ്ടങ്ങളുണ്ട്. സൂപ്പർ താരങ്ങൾ പ്രതിഫലം കൂട്ടുന്നു എന്ന് എല്ലാവർക്കും പരാതിയാണല്ലോ. ഇത് പറയുന്നവന്മാര് വിചാരിച്ചാൽ ഇറ്റാലിയൻ മാർബിളിന്റെയും സ്കോച്ച് വിസ്കിയുടെയും വില കുറയ്ക്കാൻ പറ്റുമോ? താരങ്ങൾ കാശ് വാങ്ങുന്നുണ്ട്, പക്ഷെ അവർക്ക് അതുപോലെ തന്നെ ചെലവുണ്ട്. അതെന്താരും മനസ്സിലാക്കാത്തത്? സത്യം പറയാലോ, ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോകണമെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. ചില മാസങ്ങളിൽ 2 വരെ പോകും. അതേത് മാസം? ഏപ്രിൽ. ഇവനാണ് ഞങ്ങ പറഞ്ഞ നടൻ. ഇവനാണ് നടൻ. സോ ആം ഐ. ഈ സൂപ്പർ സ്റ്റാർ, മെഗാ സ്റ്റാർ, മറ്റേ സ്റ്റാർ എന്നൊക്കെ പറയുന്നത് എനിക്ക് യാതൊരു, ടു ബി വെരി ഫ്രാങ്ക്, ഐ എം ബീയിങ് റിയലി ഫ്രാങ്ക് ഹിയർ, എനിക്ക് അതിനെപ്പറ്റി ഒരു താല്പര്യവുമില്ല. ഐഡിയലി ഞാൻ നേരത്തെ പറഞ്ഞൊരു മൂവ്മെന്റിനെ കുറിച്ച് സംസാരിച്ചല്ലോ, ആ മൂവ്മെന്റ് എത്തിപ്പെടേണ്ടത് സൂപ്പർ താരങ്ങൾ ഇല്ലാത്ത ഒരു ഇൻഡസ്ട്രിയിലേക്കാണ്. ഇവിടെ മമ്മൂട്ടി വേണോ മോഹൻലാൽ വേണോ എന്ന് ആരെങ്കിലും ചർച്ച ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവിടെ താരത്തിന്റെ ഡേറ്റ് കിട്ടുക. പൃഥ്വിരാജ് അതുപോലെ തന്നെയാണ് ഇപ്പോഴും. അതെനിക്കറിയാം. ഞാനും അതിലേക്ക് എത്തിപ്പെട്ടു. ഡേറ്റ് കൊടുക്കും, അതിനുശേഷം വേണ്ട ഡേറ്റ് വേണമെങ്കിൽ പിൻവലിക്കും, വേണമെങ്കിൽ പൈസ തിരിച്ചു കൊടുക്കും. കഥാപാത്രത്തെ വിട്ടിട്ടുള്ള സിനിമയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എങ്കിൽ അഭിനയിക്കാൻ വേറെ ആളിനെ നോക്കിക്കോളൂ. എന്നോടുള്ള പ്രേമം കൊണ്ടൊന്നും അല്ലല്ലോ നിങ്ങൾ എന്നെ വെച്ച് പടം ചെയ്യാൻ വന്നത്. എനിക്ക് ലക്ഷക്കണക്കിന് ആരാധകരുടെ പിൻബലമുള്ളതുകൊണ്ട് അതിനിട്ട് നിങ്ങൾക്ക് കാശാക്കണം. അല്ലാതെ ഞാൻ സ്റ്റാനിസ്ലോവിസ്കിയുടെ പുസ്തകം പഠിച്ചതുകൊണ്ടൊന്നല്ലല്ലോ. മുല വന്നു, മനസ്സിലായല്ലോ. മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ ബോത്ത് ഓഫ് ദം ഷുഡ് സ്റ്റാർട്ട് പ്ലേയിങ് ദെയർ ഏജ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവര് എപ്പോഴും ഒരു മനുഷ്യന്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, യു ഹാവ് എ ചോയ്സ് അറ്റ് വൺ പോയിന്റ് ഓഫ് യുവർ ലൈഫ്. യു കൻ ഐദർ ബി എ നോട്ട് സോ ഗുഡ് ലുക്കിംഗ് യങ്സ്റ്റർ ഓർ യു ക്യാൻ ബി എ റിയലി ഗുഡ് ലുക്കിംഗ് ഓൾഡ് മാൻ. ഇറ്റ്സ് എ ചോയ്സ് യു ഹാവ് ടു മേക്ക്. 40 വയസ്സിലെ സർ സത്യൻ മാസ്റ്റർ ആത്മശ്രീയിൽ അഭിനയിക്കാം. കാമുകനായിട്ടും പ്രണയതൽപരായിട്ടും ഇഷ്ടം പോലെ അഭിനയിക്കാം. ചെറുപ്പക്കാരൻ എന്ന വാക്ക് ഉപയോഗിച്ചു, അതാണ് അത് ഉപയോഗിക്കാൻ. अभी भी बाकी है भाई. ഗോവയായാലും നിന്റെ അപ്പൻ ജനിച്ച കുമ്പളങ്ങിയായാലും ജാക്കിക്ക് ഒരേ എനിക്ക് 60 വയസ്സാകുമ്പോൾ എനിക്കൊരു ചെറുപ്പക്കാരനായിട്ട് അഭിനയിക്കാൻ എനിക്ക് താല്പര്യമുണ്ടാകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നില്ല. ഐ വുഡന്റ് ബി ഇൻട്രസ്റ്റഡ് ഇൻ ഡൂയിങ് ദാറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പലപ്പോഴും നമ്മൾക്കത്ര അഭിമാനിക്കാൻ പറ്റുന്ന പടങ്ങളല്ല ഇവിടെ ഓടുന്ന സിനിമകളാകുന്നത്. പലപ്പോഴും നല്ല സിനിമകളെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഇപ്പൊ 2 എണ്ണം കേറിയച്ചാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നതെങ്കിൽ കളക്ടറാണ് SP ആണെന്നൊന്നും ഞാൻ നോക്കിയാലായിരുന്നു. ഇടിച്ച് കൂമ്പ് കലക്കി രക്തം മുള്ളിച്ചാണ് ഞാൻ. വന്ന് മുള്ളിക്കടാ, ചാവിട്ടി നിന്റെ ആടിയാധാരം കലക്കും ഞാൻ. എന്റെ അച്ഛനാണ് കാർട്ടൂണിസ്റ്റ് ആയിരുന്നു. അച്ഛൻ വരച്ച ഏറ്റവും മോശം കാർട്ടൂണാണ് ഞാനെന്ന് എപ്പോഴും പറയാറുള്ളത്. അച്ഛന്റെ ഫ്രണ്ടാണല്ലേ. നൈസ് ടു മീറ്റ് യു അങ്കിൾ. കെട്ടോ നഴിച്ചോടെ പാടം. ഇവനാണ് ഞങ്ങ പറഞ്ഞ നടൻ. ഇവനാണ് നടൻ. ഞാൻ പണി കൊടുക്കാൻ മാത്രം വൃത്തിയായിട്ട് ഒരു എതിരാളി ഇല്ല എനിക്ക്. I know acting is what reacting. It is behaving. You know what Stanislavski said about acting? ഇതെല്ലാം പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ പണിക്ക് ഇറങ്ങിയത്. ഇനി ഒരു അച്ഛനെ വേണ്ടി ചവിട്ടി കൊണ്ടാൻ പൊട്ടിക്കുന്നത് അവനൊരു അടികാരൻ. സിനിമയിലെല്ലാം നീ ജീവിതത്തിൽ അടികൊണ്ടിട്ടുള്ള നാടകം കളിക്കുന്നത് എന്താണ് കുഴപ്പം? 2.5 മണിക്കൂർ തട്ടേക്കുന്നത് ഡയലോഗ് തെറ്റാതെ പറയാൻ പറ്റുമോ? നിനക്കൊക്കെ കണ്ടിരുന്നേക്കെ നിന്നെയൊക്കെ ഉടനെ മുമ്പ് ഞാൻ ഭൂമിയിലോട്ട് സിനിമാക്കാരായിട്ടൊക്കെ ഇറക്കിയതല്ലേ? സിനിമാക്കാർക്ക് എന്താണ് ഇടം കൂടുതലുണ്ടോ? അതോ നിന്നെയൊക്കെ മറ്റൊന്നുമല്ല മൂലമറ്റത്തേക്ക് അറിഞ്ഞു കൊടുക്കുന്നത്? ആനടത്തൊരു ബുദ്ധിയുണ്ടെങ്കിൽ അവൻ അഭിനയിപ്പിക്കും. എന്നാൽ അബ്ദുൽ കലാമിനെ വിളിച്ച് അഭിനയിപ്പിക്കുക. ചാൻസ് വേണ്ടിയും തെറികേട്ടും തെന്നിച്ചും തന്നെയാണ് എല്ലാവരും സിനിമാക്കാരായിട്ടുള്ളത്. അല്ലാതെ നീയൊക്കെ വീട്ടിൽ ചെന്ന് ഏത് നടനാണ് നടനാക്കിയത്? തിന്നില്ലിനൊക്കെ ഇപ്പൊ നിനക്കൊക്കെ ചാൻസ് വെച്ച് വരുന്നവരോട് പോയി ഈ ഊത്തറയിലേക്ക് ഞാനിടെ ഇവനാണ് ഞങ്ങ പറഞ്ഞ നടൻ. ഇവനാണ് നടൻ. ഈ സമൂഹത്തിന്റെ സമഗ്രതയ്ക്ക് വേണ്ടി ഒരു പാട്ടും കൂടിയാണ് നന്നായിരിക്കും. എനിക്ക് മാത്രമാണ്
ഒരു സാന്ത്വനം മൃദു സാന്ത്വനം ഇന്നെവിടെയാ മൊഴികൾ ഇന്നെവിടെയാണിരുളകലുന്നൊരു പുലരി സൂര്യമുഖ ഇനിയൊരു പുതിയ മുഖം ഇനിയൊരു പുതിയ മുഖം